ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് എക്സാം കെമിസ്ട്രീൻ്റെ റിവ്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ആകെ കൂടി എനിക്ക് പക്കയായിട്ട് അറിയാവുന്നത് പോളിസാക്രൈഡ്, സെല്ലുലോസും പിന്നെ കാഥോഡ് എണ്ണ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനും 5th ക്വസ്റ്റ്യനും മാത്രമേ പക്കയായിട്ട് അറിയാവുന്നുള്ളൂ. ബാക്കിയെല്ലാം കറക്കിക്കുത്തായിരുന്നു. അത് തെറ്റുകയും ചെയ്തു. ഓക്കെ, പിന്നെ എനിക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഇഷ്ടപ്പെട്ടില്ല. ഡയറക്റ്റായിട്ട് SN1 SN2 ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് ചോദിക്കില്ല എന്ന് പറഞ്ഞ് പഠിക്കാണ്ട് പോയതാണ്. 11th ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ അവിടെ എത്തിയപ്പോൾ ബ്ലാങ്ക് ആയി. കൂടുതലും അവിടെ എത്തിയപ്പോൾ ബ്ലാങ്ക് ആയുള്ള സംഭവങ്ങളാണ്. ന്യൂമറിക്കൽസ് ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റഡ് ആവില്ല. ലൈക്ക് വേറെ എന്തൊക്കെ ചോദിക്കാറുണ്ട്, എന്നിട്ട് ചോദിച്ചിട്ടില്ലേ ആക്ടിവേഷൻ എനർജീൻ്റെ ഡെഫിനിഷൻ. ഞാൻ പഠിക്കാണ്ട് പോയി. ഞാൻ സത്യമായിട്ട് ആക്ടിവേഷൻ എനർജീൻ്റെ സംഭവം ഒന്നും പഠിക്കാണ്ടാവുക, എന്നിട്ട് അത് തന്നെ ചോദിക്കുകയും ചെയ്തു. പിന്നെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതിനകത്ത് ഞാൻ മൈനസ് വാല്യൂ ഇട്ടില്ല. ക്വസ്റ്റ്യൻ ജിബ്സ് എനർജി കണ്ടുപിടിക്കണതിനകത്ത്, അതായത് 7th ക്വസ്റ്റ്യനിൽ ഞാൻ മൈനസ് വാല്യൂ ഇട്ടില്ല. പിന്നെ എന്തോ ഇന്ത്യ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? മൈനസ് വാല്യൂ ഞാൻ മെയിനായിട്ട് ഇട്ടിട്ടില്ല, അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ സൈലൻറ്റ് വാട്ടറിൽ ഞാൻ ഐസോട്രോണിക് ആണെന്ന് മാത്രമേ വെച്ചിട്ടുണ്ട്. എനിക്ക് എന്താ റീസൺ എന്നറിയില്ല. അതിൽ കൂടി എനിക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ബ്ലഡ് ഐസോട്രോണിക് ആണ് എന്ന് മാത്രം എനിക്കറിയാം. അതുകൊണ്ട് അത് മാത്രമേ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പൊതുവേ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞുള്ളൂ. അപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ 16th ക്വസ്റ്റ്യൻ, അതായത് മോളാർ മാസ് കണ്ടുപിടിക്കാനാണ്. ഞാൻ 200 cm³ ലിറ്ററിലോട്ട് മാറ്റില്ല. പിന്നെ 300 കെൽവിനെ ഞാൻ 275 വെച്ച് പ്ലസ് ചെയ്തു. ഈ 2 മിസ്റ്റേക്ക് കാരണം മാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തൊക്കെയാണെന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്, ഇക്വേഷൻ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കിങ്ങിൽ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ഇൻവോൾവിങ് റസ്റ്റിംഗ് ഓഫ് അയൺ, ഇത് ഞാൻ ഇന്നലെ രാത്രി എന്തോ ക്ലാസ്സൊക്കെ കണ്ടതിൻ്റെ ഇടയിൽ ഞാനിത് കേട്ടു. പക്ഷേ അവസാനത്തെ പ്രൊഡക്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് റസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുലേ, അങ്ങനെ എന്തോ കെമിക്കൽ നെയിം അങ്ങനെ എന്തോ, ലൈക്ക് ഹൈഡ്രേറ്റ് ഫെറിക് ഓക്സൈഡ്. അപ്പോൾ ഞാൻ അത് വെച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് കൊറോഷൻ്റെ ഡെഫിനിഷൻ തന്നെ എഴുതിയിട്ടുണ്ട്. എന്തിനൊക്കെ വെച്ച് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, എന്ത് ബൈ പ്രൊഡക്റ്റ് കിട്ടും, വെള്ളം ചെറുതായിട്ട് H2O ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ തട്ടി വിട്ടിട്ടുണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻ കുറച്ച് എഴുതിയിട്ടുണ്ട്, എന്തിനാണെന്നാവും. പിന്നെ ഓർഡർ ആൻഡ് മിൽക്കിനകത്ത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ, അതും ചോദിക്കാറുള്ളത്. അതായത് 18th ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ D&F ബ്ലോക്കിൽ നിന്നാണ്. ആദ്യം ഫസ്റ്റത്തെ മാത്രമേ എനിക്ക് പക്കയിട്ടറിയുള്ളൂ, ബാക്കി 2 എന്തൊക്കെയോ കാട്ടി വെച്ചതാണ്. ലൈക്ക് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഗസ് ചെയ്ത് എഴുതി വെച്ചതാണ്, അറ്റൻഡ് ചെയ്യാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഫ്രം ക്രോമേറ്റ്, അതിന് എനിക്ക് ബാലൻസിങ് കുറച്ച് നേരം ബാലൻസ് ചെയ്യാൻ വേണ്ടി തന്നെ പോയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് അവസാനം ഞാൻ ബൈ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് മെയിനായിട്ടുള്ള പ്രൊഡക്റ്റ് എഴുതിയിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ള ബൈ പ്രൊഡക്ട്സ് എഴുതിയിട്ടുണ്ട്. 21th ക്വസ്റ്റ്യനിൽ എന്താണ് സെയിം സ്ട്രക്ചറും ഡിഫറെൻറ്റ് സ്ട്രക്ചറും സെയിം മാഗ്നറ്റിക് ബിഹേവിയറും കാട്ടണ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നുകൊണ്ട് എനിക്കത് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റി. പിന്നെ ഫോർമുല എഴുതണം, കോർഡിനേഷൻ നെയിം തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ. പിന്നെ 22 A അറിയാം, B അറിയില്ല. അതായത് ഡയഗ്രാം വരക്കാൻ എനിക്കറിയാം, പക്ഷേ ഡയഗ്രാമിൽ എന്തൊക്കെ എഴുതേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ലിമിറ്റേഷൻ ബാലൻസ് ബോണ്ട് തിയറീൻ്റെ എന്താ സംഭവം എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ലിമിറ്റേഷൻ നോക്കാണ്ട് ഞാൻ പോയത്, അപ്പോൾ അതങ്ങ് പോയി. പിന്നെ 23 കോഴ്സ് ഓർഗാനിക് എനിക്ക് താങ്ങാൻ കഴിയില്ല. പിന്നെ ആ ബോക്സ് എനിക്ക് ആകെ റോസൻമണ്ടും പിന്നെ HVZ, അതിൻ്റെ ഫുൾ ഫോം എനിക്ക് ഓർമ്മയില്ല. HVZ റിയാക്ഷൻ കാർബോക്സിലിക് ആസിഡിൻ്റെ എന്തോ അതെ. പിന്നെ ക്ലെമൻസൺ റിഡക്ഷൻ, ഇതിൻ്റെ അത് മാത്രം എനിക്ക് മനസ്സിലായിട്ടുണ്ടായി. പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ എഴുതി നോക്കിയില്ല, എനിക്ക് വായി തോന്നുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ എഴുതിയ വെച്ചേക്കണം. ലൈക്ക് സാധാരണ അവരെല്ലാവരും മോളിക്കുലർ ഫോമിലാണ് എഴുതാറുള്ളത്, ഞാൻ പക്ഷെ പേര് എഴുതി വെച്ചേക്കണം, എന്താ എനിക്കറിയാം. പിന്നെ 25th ക്വസ്റ്റ്യനിൽ A അറിയില്ല, B അറിയാം. ഞാൻ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചിട്ടില്ല, ലൈക്ക് നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അമ്മായിനാക്കാൻ സംഭവം ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഹിൻസ്ബർഗ് ടെസ്റ്റ് ഞാൻ അതറിയാൻ പാടാത്തതുകൊണ്ട് ഞാനതവിടെ വെച്ചേച്ചു. പിന്നെ ഗ്ലോബുലാറും ഫൈബ്രസ് പ്രോട്ടീനും അതിൻ്റെ ഫസ്റ്റ് എനിക്ക് അതറിയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എയും ബിയും ലൈക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഹെൻറീസ് ലോ, അതിൻ്റെ ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ കർവ് ഗ്രാഫ് വരയ്ക്കാനുള്ളത്.
അതും വരച്ചിട്ടുണ്ട്. പിന്നെ നോൺ സ്റ്റിക്യൂഷൻ്റെ അതും അറിയാവുന്നതാണ്, വേരിയേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വെർണിയറിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എനിക്കറിയില്ല. അതായത് 29th ക്വസ്റ്റ്യൻ്റെ എ അറിയാൻ പാടില്ല, എ അറിയാൻ പാടില്ല, ബി അറിയാം. ഇതാണ് മിക്ക ക്വസ്റ്റ്യൻ്റെ മുന്നേ ഇതാണ് പ്രശ്നമായ കൂടെ രണ്ടും ഇരിക്കുന്നത് അപൂർവം കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതുപോലെ തന്നെ 31ാമത്തെ ക്വസ്റ്റ്യനിൽ ആഡ് കണ്ടൻസേഷൻ എന്താണ് എക്സാമ്പിൾ സഹിതം ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിലുള്ള നീക്കറോടാ എ അറിയാം, ബി അറിയില്ല. അങ്ങനെയാണ് മൈ കെമിസ്ട്രി എക്സാം. ആൻഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാഞ്ഞുകൊണ്ടാണ് ന്യൂമറിക്കൽസ് ഒക്കെ നല്ല രീതിക്ക് തെറ്റിച്ചിട്ടുണ്ട്. സ്വാഭാവികം. ദാറ്റ്സ് ഓൾ ടുഡേയ്സ് റിവ്യൂ ആൻഡ് ബൈ ഗൈസ്. അടുത്ത എക്സാമിനാണ്.